Hi guys, welcome back. Detoxification of the body. ചെറിയൊരു കാര്യമാണ് ഞാൻ ചെയ്തിട്ട് ബെനിഫിറ്റ് ആയ ഒരു കാര്യം ഐ തോട്ട് ഐ വിൽ ഷെയർ വിത്ത് യു. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഇത് നമ്മൾ ഫുഡൊന്നും കഴിക്കത്തില്ല, ഓൺലി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്. അതാണ് ഇന്നത്തെ പ്രത്യേകത. എല്ലാവർക്കും അത് ടോളറേറ്റ് ചെയ്യണമെന്നില്ല. ഷുഗർ, ഡയബറ്റീസും ഒക്കെ പോലെയുള്ളവർ സൂക്ഷിച്ച് വേണം അത് ചെയ്യാൻ കേട്ടോ. കാരണം ഹൈപ്പോഗ്ലൈസിമിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഏർലി മോർണിംഗ് ആണ് ബെറ്റർ, ഓഫ് ഡേയ്സ് ആണ് ബെറ്റർ. സോ ഏർലി മോർണിംഗ് മീൻസ് മേ ബി 6 o'clock we can start, but I'm starting little late. Now it's 7:30. ഓക്കെ, സോ ആദ്യമേ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കണം. വെള്ളം ചൂടാക്കുന്നത് ജസ്റ്റ് വാം വാട്ടറാണ് ഇതിന് കുടിക്കുന്നത്. പെട്ടെന്ന് കുടിച്ച് തീർക്കരുത്. ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു 1 hour, ഹാഫ് അവർ ടു 1 hour എടുത്തിട്ട് വേണം നമ്മൾ ഈ വെള്ളം കുടിച്ച് തീർക്കാൻ. കാരണം നമ്മൾ പെട്ടെന്ന് കുടിക്കുമ്പോൾ ഒരു നോസിയ വരും, അതായത് ചിലർക്ക് ഒരു വോമിറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അനുസരിച്ച് വേണം നമ്മളത് ചെയ്യാൻ. പെട്ടെന്ന് കുടിക്കണം. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്, വെള്ളം ഒഴിക്കും. ഓഫ് ചെയ്തു. വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ. I finished my water, 1 liter water. Now next is breakfast. ബ്രേക്ക്ഫാസ്റ്റ് വന്ന് നമുക്ക് ചൂസ് ചെയ്യാം. പുളിയുള്ളത് അവോയ്ഡ് ചെയ്യുക. ഓറഞ്ച്, അങ്ങനെ ഗ്രേപ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പപ്പായ നല്ലതാണ്, കപ്പളങ്ങ, പിന്നെ ആപ്പിൾ. ഇത് 2 കോമ്പിനേഷനാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. പപ്പായ കട്ട് ചെയ്തിട്ട് ആപ്പിളും കട്ട് ചെയ്ത് അത് കഴിക്കാം. കോമ്പിനേഷൻ ഈസ് ഗുഡ്. ഐ വിൽ ടെൽ ഇൻ ഇംഗ്ലീഷ് ഓൾസോ മൈ അതർ ഫ്രണ്ട്സ്. So papaya and apple is good combination. Avoid soury fruits like orange and very sweet also. Banana ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലത് കേട്ടോ. ഒക്കെ ഭയങ്കര സ്വീറ്റ് അല്ലേ. ഇത് ഫ്യൂജി ആപ്പിൾ കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇത് ഫുൾ ഒരെണ്ണം കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഹാഫ് ആയിരുന്നു നമ്മുടെ വിശപ്പിനനുസരിച്ച്. ഇത് മന്ത്ലി ഒരു 4 days, അതായത് വീക്ക്ലി വൺസ്. നമുക്ക് ഡിപ്പെൻഡ്സ് അവർ ടോളറൻസ്, നമ്മൾ ഡിപ്പെൻഡ് അപ്പോൺ അവർ ടോളറൻസ്. ചിലർക്ക് അത് ആഴ്ച ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ മന്ത്ലി ഒരു 2 times ചെയ്താലും കുഴപ്പമില്ല. അതായത് എവറി 2 weeks 1 time. That's also okay. ഫാറ്റി ലിവർ ഒക്കെ ഉള്ളവർക്ക് ബെസ്റ്റാണ്. One who is having fatty liver, they said that it's really benefit. നമ്മളിതൊക്കെ കഴിക്കുമ്പോൾ you have to take time to chew inside, you know. നല്ലപോലെ ചവച്ചരച്ച് വേണം ഇത് കഴിക്കാൻ. കപ്പളങ്ങയൊക്കെ വളരെ സുലഭമല്ലേ നമ്മുടെ നാട്ടിൽ. വെറുതെ കാക്കോത്തി പോകുന്നതിലും നല്ലത് ഇങ്ങനെ കഴിക്കുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രവാസികൾക്ക് പപ്പായ എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് ഒരു കുമ്പളങ്ങ ജ്യൂസ് ഉണ്ടാക്കണം. കുമ്പളങ്ങ ജ്യൂസ് ആഷ് ഗാർഡ് ഇല്ലെങ്കിൽ വെള്ളരിക്ക, ഇതിലേതെങ്കിലും ഒന്ന് നല്ലപോലെ. ഇതിൻ്റെ അകത്ത് സ്കിൻ കളയാതെ അടിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്കിൻ കളയാതെ അത് പ്ലസ് യു ലൈക്ക് നല്ലപോലെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം. ജ്യൂസ് എടുത്തിട്ട് വേണമെങ്കിൽ ഒരു ലെമൺ അതിൻ്റെ അകത്ത് പിഴിഞ്ഞ് ഒഴിക്കാം, ഇച്ചിരി സോൾട്ടും. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്തത് ഈ ആഷ് ഗാർഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പം നമുക്ക് വി ഹാവ് ടു മേക്ക് എ ജ്യൂസ് ഔട്ട് ഓഫ് ഇറ്റ്, ആഷ് ഗാർഡ്. സോ അത് നന്നായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട്
കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ അടിക്കണം. ഇതിൻ്റെ സ്കിൻ കളയാം. കുറച്ച് സ്കിൻ ഞാൻ വെക്കുന്നുണ്ട്, മൊത്തം ഞാൻ വെക്കുന്നില്ല, പക്ഷെ കുറച്ച് സ്കിൻ വെക്കുന്നുണ്ട്, ബാക്കി കളയും. Half lemon, just squeeze it out. പിന്നെ അതിൻ്റെ കൂടെ little salt we need to add. It's difficult to drink like that, so just little bit salt maybe we can put. Yeah, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചോണം കേട്ടോ. ഇൻ ബിറ്റ്വീൻ യു ഹാവ് ടു ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ. ഡീടോക്സിഫിക്കേഷൻ നടക്കണമെങ്കിൽ റിയലി ഇറ്റ് ഷുഡ് ബി ഫിൽറ്റർഡ് മോർ, റൈറ്റ്? സോ വി നീഡ് ടു ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ ഇൻ ബിറ്റ്വീൻ. നല്ല കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റിന് അങ്ങനെ കുറച്ച് പ്രത്യേക ലെമൺ. ഡൺ. അപ്പം നമ്മൾ കുറച്ച് പരിപാടി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് കിച്ചണിൽ. സോ ഐ എം ഗോയിങ് ടു പ്രിപ്പയർ സാലഡ് ഫോർ ലഞ്ച്. നോ റൈസ്, ഓക്കെ. ഇത് ക്യുക്കുംബർ, പിന്നെ ക്യാരറ്റ്, ഒനിയൻ, പിന്നെ ഒരു ഹാഫ് ലെമൺ, പിന്നെ ഇച്ചിരി പെപ്പർ പൗഡർ, ദെൻ സോൾട്ട്. അത്രയേ ഉള്ളൂ ഈ സാലഡ് കേട്ടോ. ലിറ്റിൽ പെപ്പർ, ബ്ലാക്ക് പെപ്പർ. നല്ല വിശപ്പുണ്ട്. ഹംഗ്രി, ബട്ട് വി ക്യാൻ ഈറ്റ് ദിസ്. ഇറ്റ് വിൽ ബി നല്ല ഫുള്ളായിട്ടിരിക്കും. സമയം 4 മണി, 4 o'clock, 4 PM. കാപ്പി കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ടീ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. ഇതാണ് ബട്ടർ മിൽക്ക്, നമ്മുടെ മോരും വെള്ളം. ഇതിൻ്റെ അകത്ത് കണ്ടോ, കാണത്തില്ലായിരിക്കും അല്ലേ? ഇതിൻ്റെ അകത്ത് കറി ലീഫുണ്ട്, ജിഞ്ചറുണ്ട്, ഗ്രീൻ ചില്ലിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്. ഇതെല്ലാം കൂടെ ചതച്ചിട്ടിരിക്കുക. ഉപ്പും
ഇതാണ് 4 മണിക്കത്തെ നമ്മുടെ വെള്ളം. 4 മണി കഴിഞ്ഞ് നമ്മൾ വെള്ളം ധാരാളം കുടിക്കും കേട്ടോ. ബിറ്റ്വീൻ പ്ലെൻറ്റി ഓഫ് വാട്ടർ വി നീഡ് ടു ഡ്രിങ്ക്. പിന്നെ then the last food will be at 7 p.m. No food, it will be a soup, mixed vegetable soup. അതോടെ കഴിയുമ്പോൾ ഇന്നത്തെ പരിപാടി കഴിയും. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ആണ്. ഗോയിങ് ടു ഓവർ മൈ ടാസ്ക്. ഡീടോക്സ് ഡേ started from 8:30. Now the time is 8 p.m. Actually, I went out. I didn't get time to prepare my soup. I thought of preparing very simple soup, പക്ഷേ സമയം കിട്ടിയില്ല. ഇപ്പോൾ വന്നതേ ഉള്ളൂ. So I ordered, very hungry. So I thought I will order some soup. This is chicken corn, sweet corn soup. There is no, I did not find any simple vegetable soup. So little chicken is there. What to do? I will drink that. I hope you like this video. Any comments, let me know. And also, one who is having diabetes or low blood pressure, please not try to do, because maybe these all items can reduce the sugar and also BP, low BP. So we have to be careful. Otherwise, others all can do this. It's very simple. Okay. Only thing, the coffee, tea, if you avoid, you will get a headache sometimes, you know. So I got little headache end of the day. Not much, but little bit. Not very severe. So let me enjoy this soup. Looks nice. So see you in next video. Thanks for watching. Bye.